ടി ജി ധർമ്മസ്ഥല വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു SIT റിപ്പോർട്ട്, ഇനിഷ്യൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് പൂർണ്ണമായും കെട്ടിച്ചമച്ച പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ആ ക്ഷേത്രത്തിനെതിരെ എല്ലാ ആസൂത്രണത്തോടും കൂടി നടപ്പാക്കിയ ഒരു പച്ചക്കള്ളമായിരുന്നു ഈ മാസ് ബറിയൽ എന്ന് ആണ് ഇപ്പോൾ ഇനിഷ്യൽ റിപ്പോർട്ട് SIT കൊടുത്തിരിക്കുന്നത്. ആ ഒരു സമയത്തെ വിവാദങ്ങൾ, ആഘോഷങ്ങൾ എന്തൊക്കെയായിരുന്നു? അതെ, അന്നൊരുത്തന് മുഖമൊക്കെ മൂടിക്കെട്ടി ഒരു പണ്ടാരക്കാലിനെയും കൊണ്ട് തെക്ക് വടക്ക് കാണുന്നില്ല. 13 പോയിൻ്റ് നദിക്കരയിൽ കാട്ടിൽ ഭയങ്കര നാടകം. അവിടെ ബുൾഡോസർ കൊണ്ടുപോയിട്ട് കുഴിക്കുന്നു. വല്ലാതെ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ എല്ല് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ബുൾഡോസർ വേണം. മിനി ബുൾഡോസർ കൊണ്ടുപോയിട്ട് മാന്തുന്നു. എന്തെല്ലാം നാടകമാണ്. എന്തോ ഒരു തുണി കിട്ടി, ഒരു സ്ത്രീയുടെ ബ്ലൗസിൻ്റെ കഷ്ണം. പോയോ, അന്ന് കിടക്കപ്പുറതില്ല, മലയാള മാധ്യമങ്ങളൊക്കെ കിട്ടിപ്പോയത്. പിന്നെ ഏതോ ഒരു അസ്ഥി കിട്ടി. ആരുടെയെങ്കിലും അസ്ഥി ആയിരിക്കും, ഏതെങ്കിലും ഒരു മനുഷ്യനെ എവിടെയെങ്കിലും ചത്തുപോയ അസ്ഥി. ഇതൊന്നും കോറിലേറ്റ് ചെയ്യാൻ പറ്റാതെ അവസാനം ഇവൻ കീഴടങ്ങി. ഇവൻ പറഞ്ഞു ഇത് കള്ളക്കഥയാണ്. ഈ കള്ളക്കഥ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ആ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് വലിയൊരു ഗ്യാങ്ങിൻ്റെ ഓപ്പറേഷനായിരുന്നു. അവർ തന്നെ തലയോട്ടി വാങ്ങി, എല്ല് വാങ്ങി, അത് ഇവനെ ഹയർ ചെയ്തിട്ട് ഇവനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഈ തലയോട്ടി കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞ്, പിന്നെ ഈ കുറേ യൂട്യൂബർമാർ അവരിവരൊക്കെ ചേർന്നിട്ട് അങ്ങ് പൊലിപ്പിച്ച് ഒക്കെ വലുതാക്കി കൊണ്ടുവന്നു. എന്നിട്ട് നിയമസഭയിൽ പ്രശ്നമായി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായി, ബഹളമായി, അങ്ങനെ ചെയ്തു. ഇതിൻ്റെ വാസ്തവത്തിൽ ഇതൊരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. ഇപ്പോൾ തിരുപ്പറക്കുன்றത്ത് നടക്കുന്ന ബഹളം നോക്കും, അത് ഇതുപോലെ അനാവശ്യമായിട്ട് ഒരു ബഹളം. അവിടെ ശാന്തമായിട്ടിരുന്ന സ്ഥലം അവിടെ ഇറച്ചി വെട്ട് തുടങ്ങുക, അത് കേസിന് പോവുക. അപ്പോൾ ഇറച്ചി വെട്ടാൻ പറ്റില്ല എന്ന് കോടതി പറയുക. അവിടെ കാർത്തിക ദീപം കൊളുത്താൻ പോവുക, അത് പറ്റില്ല എന്ന് HRNC ഡിപ്പാർട്ട്മെൻറ്റ് പറയും. ഇങ്ങനെ ഒരു കാരണവും കൂടാതെ വെറുതെ പ്രകോപനം സൃഷ്ടിച്ച് ഒരമ്പലത്തെ വിവാദത്തിലാക്കുക. ഇത് പല സ്ഥലത്തും ഇത് നടന്നുകൊണ്ടിരിക്കുന്നു, ഈ പ്രശ്നങ്ങൾ. ഇദ്ദേഹത്തിന് BJP ബന്ധമുണ്ടെന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് മലയാളത്തിലെ മാധ്യമങ്ങൾ വലിയ ചർച്ചകളായിരുന്നു. വലിയ ചർച്ചകളായിരുന്നു. നരേന്ദ്രമോദിയിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. അല്ല, ഈ അദ്ദേഹത്തിന് BJPയുമായിട്ട് മാത്രമല്ല ബന്ധം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബന്ധമുള്ള ടീമാണ് ഈ ധർമ്മസ്ഥലയുടെ. കാരണം അവരൊരു ധർമ്മസ്ഥലമാണല്ലോ നടത്തുന്നത്, അമ്പലമാണല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവരുമായിട്ടും നല്ല റിലേഷൻ വെച്ചിട്ടേ പറ്റുള്ളൂ. ഞാൻ പോയിട്ടുണ്ട് 2-3 തവണ ധർമ്മസ്ഥലയിൽ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ഈ അന്നദാനം എന്നൊക്കെ പറഞ്ഞ്, അതാണ് അന്നദാനം. ഈ ശബരിമലയിൽ ഇങ്ങനെ പുഴുങ്ങുമെന്ന് പറയില്ല, പപ്പടം പഴം പായസം കൊടുക്കാൻ പോകുന്നു. പപ്പടം പഴം പായസമൊന്നുമില്ല, സിമ്പിൾ അന്നദാനമാണ്. ചോറ് 1-2 കറി കഴിഞ്ഞു. ബട്ട് സോ നീറ്റ് ആൻഡ് ക്ലീൻ. അത് വിളമ്പുന്നതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, വെള്ളം കുടിക്കാൻ ഗ്ലാസ് കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. വലിയ ഗ്ലാസ് ഇങ്ങനെ അട്ടിയായിട്ടൊരാൾക്കായി ഗ്ലാസ് ഇങ്ങനെ പോയിട്ട് വളഞ്ഞു നിൽക്കുന്നു. അതിൽ നിന്ന് ഓരോ ഗ്ലാസ് എടുത്ത് വെച്ച് അയാളങ്ങ് പോവുകയാണ്. പോകുന്നതോറും ഈ സാധനം ചെറുതാവും. അപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് അടുത്ത ഗ്ലാസിൻ്റെ വലിയ ടവർ കൊണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്സ് സംഗതിയൊക്കെ ഉള്ളൊരു ക്ഷേത്രം. തിരക്കുണ്ട്, പക്ഷെ തിരക്ക് നമുക്ക് അനുഭവപ്പെടുകയില്ല. തിക്കും തിരക്കും എന്ന് പറയുമല്ലോ, അതില്ല. തിക്കില്ല, തിരക്ക് മാത്രമേ ഉള്ളൂ. ഓൾവേസ് ഫുൾ അതൊക്കെ ആയിട്ട്. ബട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് ഡീസൻ്റായിട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം. ഇത് അവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല, ഈ സോക്കോൾഡ് ജിഹാദി ടീമിന്. അതിനുണ്ടാക്കിയ ഒരു കഥയാണിത്. എന്തൊരു കഷ്ടമാണ്. ആദ്യം കോൺഗ്രസ് ഒന്ന് ആഹ്ലാദിച്ചു, കാരണം ഇതിനെതിരെ സമരം ചെയ്തത് BJPയാണ്. അപ്പോൾ യുവമാരെയൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒടുവിൽ പോയി കഴിഞ്ഞപ്പോൾ പൊതുജനം മുഴുവൻ എതിരായി ഈ സംഗതി. ഇങ്ങനൊരു കള്ളത്തരത്തിന് ആരെങ്കിലും കൂട്ടു നിൽക്കുമോ? ഏതോ ഒരു സ്ത്രീയുടെ, അവരുടെ പേരൊക്കെ വന്നു, ഒരു ചെറുപ്പക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊണ്ടുപോയിട്ട് എൻ്റെ മോളെ കാണാനില്ല. എൻ്റെ ഒടുവിൽ അതേ സ്ത്രീ പറയുകയാണ് എനിക്കങ്ങനെ ഒരു മകളൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞതോ?
ആ കുറച്ച് പേര് വന്ന് നിർബന്ധിച്ചു, ചേച്ചി ഇങ്ങനെ പറയണം, പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങ് പറയും. അത്ര ലാഘവത്തോടെയാണ് അമ്മ പറയുന്നത്. അവരെ ഞാൻ കുറ്റവും പറയുന്നില്ല. കാരണം സാധു അമ്മമാരുണ്ടല്ല, അമ്മ ഇങ്ങനെ ഒന്ന് പറയുമോ ക്യാമറയുടെ മുമ്പിൽ പ്ലീസ്, എന്തിനാടാ അമ്മയൊന്ന് പറ, അതിന് കാര്യമുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാനിത് പറഞ്ഞിട്ട് അവനെന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അമ്മമാർ പറയും. ഈ ദൗർബല്യമാണ് ഈ മഹാഭാവികൾ ചൂഷണം ചെയ്യുന്നത്. ആ അമ്മയ്ക്ക് അറിഞ്ഞൂടാ ഇത് വലിയൊരു ഇഷ്യൂ ആകാൻ പോവുകയാണെന്നോ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഇങ്ങനെ ആകാശിടിച്ച് വീഴുന്നോ ഒന്നും അവർക്കറിയില്ല. പിന്നീട് ചോദിച്ചപ്പോൾ അവർ നിസ്സാരമായിട്ട് 3-4 പേര് വന്ന് ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്നപ്പോൾ നിർബന്ധിച്ചു. ഞാനങ്ങ് പറഞ്ഞു. എന്തൊക്കെ തലക്കെട്ടുകളായിരുന്നു, അമ്മ കരയുന്നു, മകളെ നീ എവിടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു മലയാളത്തിലെ യൂട്യൂബിലൊക്കെ തലക്കെട്ടുകൾ. അത് മുഴുവൻ അഭിനയമായിരുന്നു എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു. കുറച്ച് പേര് നിർബന്ധിച്ചപ്പോൾ ഞാൻ ചെയ്തത്. ഇവരാരൊക്കെയാണ് നിർബന്ധിച്ച ആൾക്കാർ ആരൊക്കെയാണ്, ഇതും അമ്മ തുറന്ന് പറയുമല്ലോ. ആ നാരായണനും മാധവനും കൃഷ്ണൻകുട്ടിയും കൂടെയാണ് വന്നത് കേട്ടോ എന്ന് പറയും. കാരണം അവർക്കുള്ളിൽ കളങ്കമില്ല. ആ പേര് പറഞ്ഞു. അപ്പോൾ ഇവന്മാരെ തപ്പിയെടുത്ത് ചോദ്യം ചെയ്ത് ഇപ്പോൾ ഫൈനലി ഇതാണ്, ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല, കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. ഇത് ചെയ്തവന്മാരെ മുഴുവൻ ഇനി SIT പൂട്ടിയിട്ടേ അവരടങ്ങുള്ളൂ. ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തു ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കഴമ്പില്ലാത്ത ഒരു സാധനം ഇത്ര മുഴുവിപ്പിച്ചത് ആരാണ്? ഈ യൂട്യൂബർമാർ, ഈ തലയോട്ടി മേടിച്ചവൻ, ഇവനൊക്കെ കുരുങ്ങും. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് മനാഫ് ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്, പഴയ ലോറി ഡ്രൈവർ. ആ ലോറിക്കാരൻ കുറേ വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനെ ആളുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങേര് വലിയ നന്മമരം അല്ലായിരുന്നു? അതെ അതെ, അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ ചിലപ്പോൾ കത്താവെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നല്ലോ ഇടയ്ക്ക് വന്നത്. അപ്പോൾ പക്ഷേ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിഭയങ്കരമായി കൊട്ടിഘോഷിച്ചത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു പ്രത്യേകിച്ചൊരു ഹിന്ദു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതും ഇത്ര വിശാലമായി നടക്കുന്നൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വലിയ ഒരു ആസൂത്രണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാകുമ്പോൾ അതൊരു ആഗോളമായിട്ടും കൂടെ ഉദ്ദേശിക്കുന്നൊരു സംഭവം ആയിരിക്കുമോ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത് അൽ ജസീറയാണ്. അൽ ജസീറയ്ക്ക് ധർമ്മസ്ഥല എന്താ കാര്യം? ധർമ്മസ്ഥല ഈ പറയുന്ന പോലെ ഇന്ത്യ മൊത്തം തന്നെ അറിയപ്പെടുന്നൊരു ക്ഷേത്രമല്ല. ഇപ്പോൾ പിന്നെ വെബ്സൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റൊക്കെ ഉണ്ട്. ധർമ്മസ്ഥല വെബ്സൈറ്റുണ്ട്, ടൂറിസ്റ്റ് സ്പോട്സ്, പിൽഗ്രിം സ്പോട്സ് ഇൻ കർണാടക എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയൊക്കെ കയറി വരും. അങ്ങനെയൊക്കെ അറിയപ്പെടും. അതല്ലാതെ ഒരു ഓൾ ഇന്ത്യ അപ്പീൽ പോലും ഇല്ല ആ ക്ഷേത്രത്തിന്. നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആയി വരുന്നു പല ക്ഷേത്രങ്ങളും അങ്ങനെ ഇപ്പോൾ പ്രശസ്തമായിട്ട് വരുന്നതുണ്ടല്ല. അങ്ങനെ വരുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ സംഭവം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അൽ ജസീറ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു, അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു, വാഷിങ്ടൺ പോസ്റ്റ് ചെയ്തു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു അന്താരാഷ്ട്ര വാർത്തയായി. അങ്ങനെയല്ല, അൽ ജസീറ മാത്രം റിപ്പോർട്ട് ചെയ്യുന്നു, വേറെ ആരും തൊടുന്നില്ല. അപ്പോൾ അത് ആരുടെ താല്പര്യമാണെന്നുള്ളത് ഉറപ്പല്ലേ. നാഷണൽ മീഡിയ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള അൽ ജസീറയ്ക്ക് ഇതിലെന്താണ് താല്പര്യം ഈ വാർത്ത കൊടുക്കാൻ? അപ്പോൾ അത് സംശയകരമായ ഒരു ഇടപെടലായിരുന്നു അൽ ജസീറയുടെ. കാര്യം വെറുതെ വാർത്ത കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ എങ്കിലും ഈ നരേറ്റീവിന് അനുകൂലമായ ഒരു വാർത്തയായിരുന്നു അത്. ഇൻ്റർനാഷണലി അത് സ്പ്രെഡ് ചെയ്യേണ്ടിടത്തൊക്കെ സ്പ്രെഡ് ചെയ്തു, എടുക്കേണ്ടവരൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു, ഒക്കെ ചെയ്തു. പക്ഷേ ഇതിപ്പോൾ SIT അത് പൊളിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അൽ ജസീറ ഒന്നും മിണ്ടില്ല. അൽ ജസീറ ഈ വാർത്തയും ചെയ്യില്ല. ഇത് മാത്രമല്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെയും പറയാൻ കഴിയില്ല. ഇപ്പോൾ കൂടുതൽ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ കിട്ടൂ എന്നാണ് തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കണം അതിന് പിന്നിൽ ആരാണെന്നുള്ളത്.